ഹായ് ഗെയ്സ്, ഏതൊരു ആൺകുട്ടിക്കും നല്ല രീതിയിൽ ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ മോർണിംഗ് റൂട്ടീനാണ് ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമ്മൾ രാത്രിയിൽ കുറേ മണിക്കൂർ നല്ല പോലെ കിടന്നുറങ്ങിയിരിക്കുകയായിരിക്കും. സോ ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശം കുറഞ്ഞിട്ടുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും ബോഡിയെ റീഹൈഡ്രേറ്റ് ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ ശരീരവും മൈൻഡും ഒക്കെ വീണ്ടും എനർജറ്റിക് ആവുള്ളൂ. രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡിയിലെ ടോസിൽസിനൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യും, മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യും, എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യും, ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും, സ്കിന്ന് ഹെൽത്തി ആയി വെക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നെക്സ്റ്റ് ഈസ് സ്ട്രെച്ചിങ്. മോർണിംഗിൽ ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ മസിൽസ് ആൻഡ് ജോയിൻസിനെയൊക്കെ വേക്കപ്പ് ചെയ്യും, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യും. ആൻഡ് അതേപോലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരാനുള്ള ഇഞ്ചുറീസ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. സോ സിമ്പിൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക, ലൈക്ക് നെക്ക് റോൾ, ഷോൾഡർ റോൾ, ആം സ്വിങ്, സൈഡ് ബെൻഡ്സ്, ലഞ്ചസ് എക്സെട്ര. മൈൻഡ്ഫുൾ ബ്രീത്തിങ് നിങ്ങളുടെ മൈൻഡിനെ കാം ആക്കാനും സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാനും നിങ്ങളുടെ ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനും വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സിമ്പിൾ ബട്ട് പവർഫുൾ ആയിട്ടുള്ള കാര്യമാണിത്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, ഇൻഹേൽ ചെയ്യുക, ദെൻ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക, എക്സ്ഹേൽ ചെയ്യുക. ഒരു 3 to 5 മിനിറ്റ്സ് ചെയ്യണം. ഇത് നിങ്ങൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ലോങ് ടൈമിലേക്ക് വളരെ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അടുത്തത് മേക്ക് യുവർ ബെഡ്. ഉറങ്ങിയിരുന്നേറ്റ് കഴിഞ്ഞാൽ ആ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, വിരിവൊക്കെ ഒന്ന് ശരിക്ക് വിരിക്കുക, പുതപ്പൊക്കെ ശരിക്കും മടക്കി വെക്കുക. ഇത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നാം, പക്ഷേ ഇതിന് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിൽ ബിഗ് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ ഒരു കൺട്രോൾ നൽകും, മൂഡ് ആൻഡ് മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യും, ആൻഡ് അതേപോലെ നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ, പ്ലാൻ യുവർ ഡേ. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് നിങ്ങളുടെ അന്നത്തെ ദിവസം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ ടാസ്ക്കാണ് ഞാൻ ഇന്ന് ചെയ്യേണ്ടത്, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗോൾസ്, ഇതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം. ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ ഫോക്കസ് കൂട്ടും, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കും, ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ കുറയ്ക്കും. ബട്ട് ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. ഓവറായിട്ട് പ്രഷർ കൊടുത്താൽ നിങ്ങളുടെ സ്ട്രെസ്സ് കൂട്ടുകയുള്ളൂ. സോ പ്ലാൻ യുവർ ഡേ. സോ ഫ്രണ്ട്സ്, ഇതാണ് റൂട്ടീൻ. ഇത് നിങ്ങളൊരു ഒറ്റ ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക. സോ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ എന്ത് വേണമെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ.